ഹലോ, ഇന്ന് ഞാനൊരു ഹോം ടൂർ വീഡിയോ ആണ് കേട്ടോ ചെയ്യുന്നത്. ഇതാണ് ഞങ്ങളുടെ തറവാട് വീട്, അതായത് കുട്ടാരനൊക്കെ ജനിച്ച് വളർന്ന വീട്. അപ്പോൾ ഇപ്പം ഞങ്ങൾ ഇവിടെ അല്ല കേട്ടോ താമസം. ഞങ്ങൾ പുതിയ വീടെടുത്ത് താമസമായിട്ട് ഇപ്പോൾ 3 വർഷമായി. ഞാൻ എൻ്റെ കല്യാണം കഴിഞ്ഞ് 10 വർഷം ഈ വീട്ടിൽ താമസിച്ചിട്ടുണ്ട് കേട്ടോ. ഞങ്ങളിപ്പോൾ താമസിക്കുന്ന വീടിൻ്റെ അടുത്ത് തന്നെയാണ് കേട്ടോ ഈ തറവാട് വീടുള്ളത്. അതുകൊണ്ട് തന്നെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങോട്ട് വരാറും ഇവിടെ സമയം സ്പെൻഡ് ചെയ്യാറൊക്കെ ഉണ്ട് കേട്ടോ. അതൊരു പ്രത്യേക തരം ഒരു നൊസ്റ്റാണ്. നമുക്ക് ഒത്തിരി ഓർമ്മകളുള്ള ഒരു വീടല്ലേ. അപ്പോൾ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വന്നിട്ട് ഇതിനകത്ത് നിൽക്കുക, അതൊക്കെ ഭയങ്കര രസമാണ് കേട്ടോ. ഇവിടെ താഴെയായിട്ടാണ് കേട്ടോ വീടിന്റെ കിണറുള്ളത്. ഇപ്പോഴും നല്ല വെള്ളം ഉണ്ട് കേട്ടോ. ആ കിണറിന്റെ അടുത്തുള്ളത് ഏട്ടന്റെ കല്ലുവെട്ട് കോറിയിലുള്ള മെഷീനാണ് കേട്ടോ. അതെന്തോ കിടന്നപ്പോൾ അവിടെ കൊണ്ടുപോയി വെച്ചതാണ്. ഇനി വീടിന്റെ ഉള്ളിലേക്ക് പോയാലോ. പിന്നെ ഞാൻ എനിക്കറിയാവുന്ന രീതിയിലാണ് കേട്ടോ ഈ ഹോം ടൂർ വീഡിയോ ചെയ്യുന്നത്. എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ പറയുക കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ സിറ്റ് ഔട്ട്. അന്ന് സിറ്റ് ഔട്ടിൽ എന്തെല്ലാം ഉണ്ടായിരുന്നോ അതൊക്കെ ഇപ്പോഴും അതേപോലെ അവിടെ തന്നെ ഉണ്ട് കേട്ടോ. ഞങ്ങളൊന്നും മാറ്റം വരുത്തിയിട്ടില്ല. അന്നത്തെ ക്ലോക്ക്, അന്നത്തെ നമ്മുടെ മുത്തപ്പൻ, ഈ വീടിൻ്റെ ഐശ്വര്യം എന്ന് പറഞ്ഞിട്ടൊരു ഫോട്ടോ ഒക്കെ വെക്കാറുണ്ടായിരുന്നല്ലോ. അന്ന് എല്ലാ വീട്ടിലും ഞാൻ അങ്ങനെ കണ്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ ഫോട്ടോ, പിന്നെ അമ്മമ്മയുടെ ഒരു ഫോട്ടോ ഉണ്ട് കേട്ടോ ഏറ്റവും മുകളിൽ, അത്. അപ്പോൾ അങ്ങനെയുള്ള ഒന്നും നമ്മൾ ഇവിടെ നിന്ന് മാറ്റം വരുത്തിയിട്ടില്ല. ഒക്കെ അതേ സ്ഥലത്ത് തന്നെ ഉണ്ട് കേട്ടോ. ഇനി ഞാൻ കാണിക്കാൻ പോകുന്നതാണ് കേട്ടോ ഞങ്ങളുടെ റൂം. എനിക്ക് ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു പ്ലേസ് ഇതായിരുന്നു ഞങ്ങളുടെ റൂം. ജനലിൻ്റെ അവിടെ ഒരു കർട്ടനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അത് ഇപ്പോൾ ഒഴിവാക്കിയതാണ്. ഒരു കുഞ്ഞു റൂമായിരുന്നേ, പക്ഷെ എന്തോ ഒരു പ്രത്യേക ഭംഗിയായിരുന്നു കേട്ടോ കാണാൻ. ഈ ചുമരൊക്കെ ചെയ്തിരിക്കുന്നത് പെയിന്റ് വർക്കാണ് കേട്ടോ. കൂട്ടാൻ്റെ ഒരു ഫ്രണ്ട് പെയിന്റ് വർക്ക് ചെയ്തതാണ്. പിന്നെ നമ്മുടെ മുകളിലും കുറേ എന്തൊക്കെയോ പെയിന്റ് വർക്കൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. മുന്തിരി വള്ളികളൊക്കെ ഇങ്ങനെ പോകുന്ന പെയിന്റ് വർക്കൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ മുകളിൽ സീലിംഗ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് കുറേ കഴിഞ്ഞേരെ ചെതലൊക്കെ വന്നിട്ട് നാശമായി. അപ്പോൾ പിന്നെ പൊളിച്ചിട്ടതാണ് കേട്ടോ. ഞങ്ങൾ പുതിയ വീട്ടിലേക്ക് താമസം മാറിയതിന് ശേഷമാണ് കേട്ടോ അതൊക്കെ പൊളിച്ചത്. പിന്നെ ഇപ്പോൾ ഇവിടെ നമ്മുടെ അയ്യപ്പസ്വാമിയുടെ ഫോട്ടോ ഒക്കെ വെച്ചിട്ടുണ്ട്. ഏട്ടനും അമ്മയൊക്കെ ശബരിമലയ്ക്ക് മാലിട്ട് കഴിഞ്ഞാൽ ഇവിടെ നിന്നാണ് കേട്ടോ വിളക്ക് വെക്കാറ്, ശരണം വിളിക്കാറൊക്കെ ഉള്ളത്. അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ ഫോട്ടോ വെച്ചിട്ടുള്ളത്. അപ്പോൾ റൂം നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇനി അടുത്ത റൂമിലേക്ക് കേട്ടോ. സിറ്റ് ഔട്ടിൽ ഞങ്ങളുടെ റൂമിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ട് ഒരു റൂമുണ്ട്. ഇതിനെ അവർ വിളിച്ചിരുന്ന പേര് നീളമുറി എന്നാണ് കേട്ടോ. ഞാൻ സ്വാമി റൂം എന്നാണ് പറഞ്ഞിരുന്നത്. പക്ഷെ ചേച്ചിയും അമ്മയും അവിടെ ഉണ്ടായിരുന്ന എല്ലാവരും നീളമുറി എന്നാണ് പറയാ. കാരണം വേറൊന്നുമല്ല, ഇതിങ്ങനെ നീളത്തിലാണ്, വലിയ റൂമാണ് കേട്ടോ. അപ്പോൾ അന്ന് ഇവിടെ ഈ ഷോക്കേസിൻ്റെ അടുത്തായിട്ടായിരുന്നു കേട്ടോ ടി വി വെച്ചിട്ടുണ്ടായിരുന്നു. ടി വി ഒരു സ്റ്റാൻഡൊക്കെ ഉണ്ടായിരുന്നു, ടി വി സ്റ്റാൻഡൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് ഇവിടെ ആയിരുന്നു. പിന്നെ സൈഡിലായിട്ട് അച്ഛൻ്റെ കട്ടിലും ബെഡൊക്കെ ഉണ്ടായിരുന്നു. അച്ഛൻ ഇവിടെയായിരുന്നു കിടന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ കുറച്ച് സ്വാമി ഫോട്ടോകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. നമ്മൾ വിളക്ക് വെക്കുന്ന ആ ഒരു ഏരിയ ആയിരുന്നു. അതുകൊണ്ടാണ് കേട്ടോ ഞാൻ സ്വാമി റൂം എന്ന് പറഞ്ഞിട്ടുള്ളത്. പിന്നെ ടേബിള് ഇവിടെ അല്ലായിരുന്നു, ഡൈനിങ് ഹാളിലായിരുന്നു. അത് ഇപ്പോൾ ഇങ്ങോട്ട് മാറ്റിയതാണ് കേട്ടോ. പിന്നെ അപ്പോൾ ഇതാണ് നമ്മുടെ ഡൈനിങ് ഹാള്. ഡൈനിങ് ഹാളിൽ 2 റൂമാണ് കേട്ടോ. ഡൈനിങ് ഹാളും അന്ന് സീലിംഗ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല ഭംഗിയായിരുന്നു കാണാൻ. അതൊക്കെ പിന്നെ പൊളിച്ചിട്ടതാണ്, ചെതലൊക്കെ വന്നപ്പോൾ പൊളിച്ചതാണ്. പിന്നെ ഇവിടെ നമ്മളെ പഞ്ചായത്തിൽ നിന്ന് പാസ്സായിട്ടുണ്ടായിരുന്നു വീടിൻ്റെ റിപ്പയറിങ്ങിന്. അപ്പോൾ അതിന് ഇപ്പോൾ പട്ടികയും കൈക്കോലൊക്കെ മാറ്റിയിട്ട് കമ്പിയാക്കിയിട്ടുണ്ട്. അപ്പോൾ ആ പണിക്കൊക്കെ വേണ്ടിയിട്ട് പൊളിച്ചതാണ് കേട്ടോ. പിന്നെ ഇതായിരുന്നു ഏട്ടൻ്റെയും ചേച്ചിയുടെയും റൂം. അവർ ഇവിടെ താമസിക്കുന്ന സമയത്ത് ഉപയോഗിച്ചിരുന്ന റൂമാണ് കേട്ടോ. ഇതിനകത്ത് ഇപ്പോഴും അലമാരയും ബെഡും എല്ലാ സാധനങ്ങളും ഇപ്പോഴും അവിടെ തന്നെ ഉണ്ട് കേട്ടോ. ഇപ്പോഴും നമുക്കിങ്ങനെ കാണുമ്പോൾ ഒരു നൊസ്റ്റാണല്ലോ. അടി നമ്മൾ കാവിയായിരുന്നു, ചുവന്ന കാവിയായിരുന്നു കേട്ടോ. ഞങ്ങളെ റൂം മാത്രമാണ് കാർപ്പറ്റ് ഇട്ടത്. അത് കല്യാണത്തിനേക്ക് ചെയ്തതാണ് കേട്ടോ. കാവി തന്നെയായിരുന്നു. പിന്നെ കല്യാണത്തിനേക്ക് അതിൻ്റെ മുകളിൽ കാർപ്പറ്റ് ഇട്ടതാണ്. അപ്പോൾ ഇതാണ് ഡൈനിങ് ഹാളിൻ്റെ മൊത്തത്തിലുള്ള കാഴ്ച. അപ്പോൾ ഇനി നമുക്ക് കിച്ചണിലേക്ക് പോവാം കേട്ടോ. കിച്ചൺ ഒന്ന് കണ്ടിട്ട് വരാം. ദിയാണ് കേട്ടോ ഇന്നത്തെ വീഡിയോൻ്റെ എൻ്റെ ഹെൽപ്പർ. അപ്പോൾ ഇതാണ് നമ്മുടെ കിച്ചൺ. ഇതാദ്യം ഒരു കുഞ്ഞു കിച്ചൺ ആയിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങളുടെ കല്യാണത്തിനോട് അടുപ്പിച്ച് നമ്മൾ കുറച്ചൊന്ന് പുറത്തേക്ക് ഇങ്ങോട്ട് നല്ല സൗകര്യം ഉണ്ടായിരുന്നു കേട്ടോ. എല്ലാ സാധനവും അടുക്കി പെറുക്കി വെക്കാൻ ഷോക്കേസ്, റാക്ക്, അങ്ങനെയുള്ള എല്ലാ സംഭവങ്ങളും ഉണ്ടായിരുന്നു കേട്ടോ. ഇവിടെ ആയിരുന്നു ഞങ്ങൾ പാത്രങ്ങളൊക്കെ, വലിയ വലിയ പാത്രങ്ങൾ, അതേപോലെ അരിച്ചെമ്പ്, അന്നൊക്കെ ചെമ്പിലാണ് കേട്ടോ അരിയൊക്കെ ആക്കി വെക്കൽ. അരിച്ചെമ്പ്, പിന്നെന്താ പച്ചക്കറികൾ, അങ്ങനെയൊക്കെ വെച്ചിരുന്ന ഒരു സ്ഥലമാണ്. പിന്നെ ഇപ്പോഴും
അടുപ്പിനൊന്നും ഒന്നും സംഭവിച്ചിട്ടില്ല കേട്ടോ. എല്ലാം ഇപ്പോഴും അതേപോലെ തന്നെ പഴയതുപോലെ തന്നെ ഉണ്ട്. പിന്നെ ഇവിടെ ഈ അടുപ്പിൻ്റെ അടുത്തുള്ള ഈ ഷോക്കേസിലായിരുന്നു കേട്ടോ നമ്മൾ പൊടികളൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നത്. മല്ലി, മുളക് അങ്ങനെയുള്ള എല്ലാ പൊടികളും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നത്. ഈ അടുപ്പൊക്കെ കാണുമ്പോൾ ഒരു പ്രത്യേക നൊസ്റ്റാണ് കേട്ടോ. പുകയില്ലാത്ത അടുപ്പാണ്. നമ്മൾ വിറകൊക്കെ വെച്ചിരുന്ന സ്ഥലമാണ് കേട്ടോ. നല്ല റബ്ബറിൻ്റെ വിറകൊക്കെ ഇവിടെ ഉണ്ടായിരുന്നത്. നല്ല അടിപൊളിയായിട്ട് അടുപ്പൊക്കെ കത്താൻ ഒരു പ്രയാസം ഉണ്ടായിരുന്നില്ല കേട്ടോ. പെട്ടെന്ന് തന്നെ കത്തി പിടിക്കും. പിന്നെ ഇതാണ് നമ്മുടെ വാഷ് ബേസ്, സിങ്ക്. ഇപ്പം യൂസ് അല്ലാത്തതുകൊണ്ട് അങ്ങനെ കിടക്കുകയാണ് കേട്ടോ. ഇത് കുട്ടാട്ടൻ ചെയ്ത വർക്കാണ്. ടൈൽസിൻ്റെ വർക്കൊക്കെ കുട്ടാട്ടൻ ചെയ്തതാണ് കേട്ടോ. പിന്നെ മുകളിൽ ഇപ്പോൾ ഈ മഴക്കാലമായതിനു ശേഷം നമ്മൾ പട്ടികയൊക്കെ ഒന്ന് മാറ്റി നല്ല ഷീറ്റൊക്കെ ഇട്ടിട്ടുണ്ട്. ഭയങ്കര ചോർച്ചയായിരുന്നു കേട്ടോ. ഞങ്ങൾ താമസിക്കുന്ന സമയത്തേ ഭയങ്കര ചോർച്ചയായിരുന്നു അടുക്കളയ്ക്ക്. വെള്ളം ഇങ്ങനെ നമ്മൾ നിലത്ത് ഇങ്ങനെ നിൽക്കും. നമ്മൾ വെള്ളത്തിൽ നിന്നിട്ട് ചവിട്ടിയിട്ടാണ് പാത്രമൊക്കെ കഴുകിയിരുന്നത്. അപ്പോൾ അത്രയും ചോർച്ചയായിരുന്നു. അപ്പോൾ അതൊക്കെ മാറ്റിയിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ ദിയ കാണിച്ചിരുന്നത് അന്ന് നമ്മൾ യൂസ് ആക്കിയിട്ടുണ്ടായിരുന്ന കുറച്ച് പാത്രങ്ങളൊക്കെ ഇപ്പോഴും അവിടെ തന്നെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ കണ്ടപ്പോൾ ഇങ്ങനെ അവൾക്ക് ഭയങ്കര അതിശയം, നമ്മളന്ന് യൂസ് ചെയ്തിരുന്നല്ലേ. അപ്പോൾ അതൊക്കെ ഇങ്ങനെ എടുത്ത് കാണിച്ചു തരാണ് കേട്ടോ. ഒന്നും കേടാക്കിയിട്ടില്ല, ഒക്കെ അതേപോലെ തന്നെ സേഫായിട്ട് തന്നെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കാണുമ്പോൾ ഒരു നൊസ്റ്റു ആണല്ലോ, അതൊക്കെ കാണിച്ചു തരികയാണ്. ഇവിടെ ആയിരുന്നു കേട്ടോ നമ്മൾ വലിയ വലിയ പാത്രങ്ങൾ, ചെമ്പ്, കുടുക്ക, അങ്ങനത്തെ വലിയ വലിയ പാത്രങ്ങളുണ്ടല്ലോ. ഇത് റാഗിയാണ് കേട്ടോ, മുത്താറി ഉണ്ടല്ലോ, അതാണ്. അത് അന്ന് ആക്കി വെച്ചതാണെന്ന് തോന്നുന്നു. ഇപ്പോഴും അതേപോലെ തന്നെ ഒന്നും കേടുവരാതെ അങ്ങനെ തന്നെ ഉണ്ട്. അപ്പോൾ ഇവിടെ ഒരു ടേബിൾ ഉണ്ടായിരുന്നു കേട്ടോ. ഇത് ഇവിടെ അല്ലായിരുന്നു കേട്ടോ ഇട്ടിട്ടുണ്ടായിരുന്നത്, ഇപ്പം ഇങ്ങോട്ട് മാറ്റിയതാണ്. നമ്മൾ അന്ന് ഫുഡ് കഴിച്ചിരുന്നത് ഈ ടേബിളിലായിരുന്നു കേട്ടോ. പിന്നെ അതേ ചിരവ, അന്നത്തെ ചിരവ. പിന്നെ ഈ സൈഡിലായിട്ടായിരുന്നു കേട്ടോ ഗ്യാസ് ഉണ്ടായിരുന്നത്. അപ്പോൾ ഗ്യാസിൻ്റെ അടുത്ത് തന്നെ ചായപ്പൊടി, പഞ്ചസാര, കാപ്പിപ്പൊടി അതൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് ഒരു കുഞ്ഞ് സ്പേസ് ഉണ്ട്. അപ്പോൾ ഇതാണ് മൊത്തത്തിൽ. പിന്നെ ഇവിടെ ഇപ്പോൾ ഇതോ വയറൊക്കെ ഇങ്ങോട്ട് അങ്ങനെ മാറ്റിയിട്ടാണ് കേട്ടോ. അവിടെ ആയിരുന്നു ഫ്രിഡ്ജ് ഉണ്ടായിരുന്നത്. പിന്നെ ഇവിടെ നമ്മൾ ഗ്ലാസ്സുകൾ, ജഗ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വെച്ചിരുന്ന ഏരിയ ആണ് കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ, കുറേ ഷോക്കേസും റാക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്കെല്ലാം അടുക്കി പെറുക്കി ഒതുക്കി വെക്കാൻ വേണ്ടിയിട്ട് നല്ല സൗകര്യം ഉണ്ടായിരുന്നു കേട്ടോ. വാതിലൊക്കെ അങ്ങനെ പൊളിഞ്ഞു പോയിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ സിറ്റ് ഔട്ടിലേക്ക് വന്നിരിക്കുകയാണ് കേട്ടോ. സിറ്റ് ഔട്ടിൽ അന്ന് ഞങ്ങളുടെ കല്യാണത്തിൻ്റെ സമയത്ത് കാർപ്പറ്റ് ആയിരുന്നു. പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം കുട്ടാട്ടൻ ടൈൽസ് ഒട്ടിച്ചതാണ് കേട്ടോ. ആ വർക്ക് പഠിക്കുന്ന ആ ഒരു സമയമുണ്ടല്ലോ, അന്ന് ടൈൽ ഒട്ടിച്ചതാണ്. പിന്നെ ഈ ഒരു പടി, ചേറ്റുപടിയൊക്കെ ഉണ്ടാക്കിയത് കുട്ടാറിനാണ്. ടൈലൊട്ടിച്ചതൊക്കെ കുട്ടാറിനാണ് കേട്ടോ, കുട്ടാറിൻ്റെ വർക്ക്. അന്ന് ചേച്ചി ഒരു ചെടിപ്രാന്തിയായിരുന്നു കേട്ടോ. നിറയെ ചെടികളുണ്ടായിരുന്നു, മുറ്റം നിറയെ ചെടികളും പൂക്കളും ആയിരുന്നു കേട്ടോ. അപ്പോൾ ഇതാണ് കേട്ടോ വീടിൻ്റെ മൊത്തത്തിലുള്ള റിവ്യൂ. മക്കളൊക്കെ എപ്പോഴും ഇവിടെ വന്ന് കളിക്കുകയൊക്കെ ചെയ്യും കേട്ടോ. അവർക്കും അതൊരു നൊസ്റ്റാണ്. ഒരു ഹോം ടൂർ വീഡിയോ ചെയ്യണം എന്നുള്ളത് എനിക്ക് ഭയങ്കര ഒരു ആഗ്രഹമായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ ചെയ്തൊരു വീഡിയോ ആണ്. എത്രത്തോളം നന്നായിട്ടുണ്ട് എന്നുള്ളതൊന്നും എനിക്കറിയില്ല. അതൊക്കെ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. വീഡിയോ നന്നായിട്ടുണ്ടോ, ഇഷ്ടമായോ എന്നുള്ളതൊക്കെ കമൻറ്റ് ചെയ്യണം. ഇങ്ങനെയാണോ എടുക്കേണ്ടത്, ഇങ്ങനെയാണോ ചെയ്യേണ്ടത് ഒന്നും എനിക്ക് വലിയ ഐഡിയ ഒന്നുമില്ല. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഞാൻ കമൻറ്റിലൂടെ പ്രതീക്ഷിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ കുഞ്ഞു വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടമായാൽ തീർച്ചയായിട്ടും എന്നെ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ.